ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 11ാം ഘട്ട റെയ്സിന ഡയലോഗിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കൊച്ചിയിലെത്തി. കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജായി മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാൻ മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. UAEയിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ കൌൺസിലിംഗ് സേവനം ലഭ്യമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2ാം സെമി ഫൈനലിൽ ഇന്ത്യ-ഇംഗ്ലണ്ട് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. 11ാം ഘട്ട റെയ്സിന ഡയലോഗിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം നിർവഹിക്കും. 3 ദിവസത്തെ സമ്മേളനത്തിൽ ആഗോള നേതാക്കൾ, നയരൂപകർത്താക്കൾ, വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കൊച്ചിയിലെത്തി. ദർബാർ ഹാൾ മൈതാനം അദ്ദേഹം സന്ദർശിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ചർച്ചകൾ നടത്തും. 2001 മുതൽ 2004 വരെയുള്ള കാലയളവിൽ എറണാകുളം ജില്ലാ കളക്ടറായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ ഒഴിവുവന്ന 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. നാളെയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. മാർച്ച് 16 നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനവും അന്നേ ദിവസം ഉണ്ടാകും. കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജായി മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാൻ മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. 436 ഗ്രാമപഞ്ചായത്തുകളിൽ താൽക്കാലിക ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികകൾ സൃഷ്ടിക്കാനും PSCയിൽ 35 തസ്തികകൾക്കും അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്. സ്പോർട്സ് ക്വാട്ട നിയമന നടപടിക്രമങ്ങൾ പരിഷ്കരിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അനുമതി നൽകി. സംസ്ഥാന സർക്കാർ സർവീസിൽ സൂപ്പർ ന്യൂമററി തസ്തികയിൽ ജോലി ചെയ്തുവരവെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്ക് സമാശ്വാസ തൊഴിൽ ദാന പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കും. കേരള ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ജീവനക്കാർക്ക് 11ാം ശമ്പള പരിഷ്കരണവും അനുവദിച്ചു. കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യാ സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിന് മന്ത്രിസഭ അംഗീകാരം നൽകി. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ കടമെടുപ്പ് പരിധി 2500 കോടി രൂപയിൽ നിന്നും 3500 കോടി രൂപയായി ഉയർത്തി. വനത്തിലെ നടീൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ശക്തിപ്പെടുത്താനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനും ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വനം വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി മന്ത്രിസഭ അംഗീകരിച്ചു. ഇതുപ്രകാരം ജർമ്മനിയിലെ KfW ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മുഖാന്തരം നിബന്ധനകൾക്ക് വിധേയമായി വായ്പ സ്വീകരിക്കാൻ അനുമതി നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ യുദ്ധത്തിൽ നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തം ശക്തമാക്കുകയാണ്. ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്ത വ്യോമാക്രമണം നടത്തുമ്പോൾ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ടെഹ്റാൻ തിരിച്ചടിക്കുകയാണ്. ഇറാൻ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പുകളായ ഹിസ്ബുള്ളയും ആക്രമണങ്ങളിൽ സജീവമാണ്. നഖ്ചിവാനിലെ തങ്ങളുടെ എക്സ്ക്ലേവിലേക്ക് ഇറാൻ ഇന്ന് ഡ്രോൺ ആക്രമണം നടത്തിയതായി അസർബൈജാൻ ആരോപിച്ചു. ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായും തങ്ങളുടെ മിസൈലുകൾ പ്രതിരോധിക്കുന്നുണ്ടെന്നും ഖത്തർ വ്യക്തമാക്കി. താൽക്കാലിക മുൻകരുതൽ നടപടിയായി US എംബസിയുടെ പരിസരത്ത് താമസിക്കുന്നവരെ ഒഴിപ്പിക്കുകയാണെന്ന് ഖത്തർ അറിയിച്ചു. അമേരിക്കൻ ആക്രമണത്തെ തുടർന്ന് ശ്രീലങ്കയുടെ തെക്ക് ആഴക്കടലിൽ മുങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പലായ IRIS ദീനയിൽ നിന്ന് 84 നാവികരുടെ മൃതദേഹങ്ങൾ ശ്രീലങ്കൻ നാവികസേന കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ UAEയിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്നും UAE അധികൃതരുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും ഔദ്യോഗിക ഉപദേശങ്ങളും പാലിക്കണമെന്നും അബുദാബിയിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. അസാധാരണമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വ്യോമ അതിർത്തിയും പതിവ് ഷെഡ്യൂൾ ചെയ്ത വിമാനയാത്രകളും താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും UAE അധികൃതരുമായി ഏകോപിച്ച് ഇന്ത്യയിലെ ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് പരിമിതമായ ഷെഡ്യൂൾ ചെയ്യാത്ത വിമാന സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് അതത് എയർലൈനുകളുമായി ബന്ധപ്പെട്ട് ഈ വിമാനങ്ങൾ പ്രയോജനപ്പെടുത്താമെന്ന് എംബസി അറിയിച്ചു.
പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാരുടെയും മാനസികാരോഗ്യ വിദഗ്ധരുടെയും 24 മണിക്കൂർ സേവനം ലഭ്യമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. നോർക്ക ഹെൽപ്പ് ഡെസ്കിലും അല്ലാതെയും ബന്ധപ്പെടുന്നവർക്ക് കൌൺസിലിംഗ് ഉറപ്പാക്കും. പ്രവാസി കേരളീയരും കുടുംബാംഗങ്ങളും +914124300001 നമ്പറിലും ഇന്ത്യയിൽ നിന്നുള്ളവർ 14416 എന്ന ടോൾ ഫ്രീ നമ്പറിലും ബന്ധപ്പെടുക. അബുദാബിയിലെ നാഷണൽ എയർലൈൻസിന്റെ പ്രത്യേക ചരക്ക് വിമാനം നാളെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. ബോയിംഗ് 747 കാർഗോ വിമാനമാണ് കൊച്ചിയിലെത്തുന്നത്. അബുദാബിയിൽ നിന്ന് രാവിലെ 8-ന് കൊച്ചിയിലെത്തുന്ന വിമാനം ചരക്കുകളുമായി 11 മണിക്ക് തിരികെ അബുദാബിയിലേക്ക് പുറപ്പെടും. ദുരന്ത നിവാരണ രംഗത്ത് അതുല്യ സേവനം കാഴ്ചവെക്കുന്ന പ്രത്യേക ദൌത്യ സംഘത്തെ ശാക്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് മാവൂർ ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് കരുത്തായി കൂടുതൽ വളണ്ടിയർമാർക്ക് പരിശീലനം നൽകും. അഗ്നിരക്ഷാരംഗത്ത് ശാസ്ത്രീയ മാറ്റം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തൊട്ടടുത്തുള്ള ആശുപത്രികൾ, സ്പെഷ്യാലിറ്റി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ, ലാബ് പരിശോധനകൾ, നിരക്കുകൾ എന്നിവ വേഗം തിരിച്ചറിയാൻ ഹെൽത്ത് ആപ്പ് സജീവമായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിനു പുറമെ ബ്ലഡ് ബാങ്ക്, പേവാർഡ്, റേഡിയോളജി സേവനം, ഫാർമസി എന്നിവ സംബന്ധിച്ച വിവരങ്ങളും ഈ സംവിധാനത്തിലൂടെ അറിയാനാകും. ഹെൽത്ത് നടപ്പിലാക്കിയ ആശുപത്രികളിൽ സേവനങ്ങൾക്കായി മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാം. ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, സർക്കാർ ഹോമിയോപ്പതി ആശുപത്രികൾ, കാരുണ്യ ഫാർമസികൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങളും ആപ്പിൽ ലഭ്യമാണ്. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് തുടക്കമായി. മലയാളം ആദ്യ പേപ്പർ പരീക്ഷയാണ് ഇന്ന് നടന്നത്. കേരളത്തിലെ 3031 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,17,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. മലയാളം ഒന്നാം പേപ്പർ എളുപ്പമായിരുന്നു എന്ന അഭിപ്രായമാണ് ഇന്ന് ആദ്യ പരീക്ഷ കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രകടിപ്പിക്കാൻ ഉണ്ടായിരുന്നത്. തിങ്കളാഴ്ച രണ്ടാം ഭാഷയായ ഇംഗ്ലീഷ് പരീക്ഷയാണ്. 4,17,497 വിദ്യാർത്ഥികളാണ് ഇന്ന് തുടങ്ങിയ പരീക്ഷ എഴുതുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗൾഫ് കേന്ദ്രങ്ങളിലെ പരീക്ഷ മാറ്റിവെച്ചിരിക്കുകയാണ്. മാർച്ച് 30-ന് ജീവശാസ്ത്രം പരീക്ഷയോടെ ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിക്കും. ഏപ്രിൽ 7-ന് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ആരംഭിക്കും. മെയ് 3-ാം വാരത്തോടെ ഫലം പ്രഖ്യാപിക്കാനാകും എന്നാണ് കരുതുന്നത്. രാജ്യത്ത് കടൽ പായൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കൊച്ചിയിൽ കുഫോസ് സംഘടിപ്പിച്ച കടൽ പായലുകൾ, മൂല്യ ശൃംഖലകൾ, കാലാവസ്ഥാ പരിഹാരങ്ങൾ, നീല സാമ്പത്തിക പാതകൾ എന്നിവയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സിമ്പോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽ പായൽ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും മേഖലയിലെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് നീതി ആയോഗിന്റെ കടൽ പായൽ നയം തെളിയിക്കുന്നതെന്നും ശ്രീ ജോർജ് കുര്യൻ അഭിപ്രായപ്പെട്ടു. പാലക്കാട് നഗരത്തിലെ വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും മെൻസ്ട്രൽ ഹൈജീൻ മാനേജ്മെന്റ് കോർണറുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിട്ട നഗരസഭാ ക്ഷേമകാര്യ സമിതി രൂപരേഖ തയ്യാറാക്കി കൌൺസിലിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ആർത്തവ ശുചിത്വം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് MHM കോർണറുകൾ ആരംഭിക്കുന്നത്. സാനിറ്ററി പാഡ് വെൻഡിംഗ് യൂണിറ്റ്, പാഡ് കളയാനുള്ള സൗകര്യം, പ്രത്യേക ശൗചാലയം തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് ഹൈജീൻ കോർണറുകൾ നിർമ്മിക്കുക. തുടക്കത്തിൽ 6 മുതൽ 12 വരെ ക്ലാസുകളുള്ള സർക്കാർ സ്കൂളുകളിലായിരിക്കും പദ്ധതി നടപ്പാക്കുക. തുടർന്ന് ബസ് സ്റ്റാൻഡ് അടക്കമുള്ള പൊതു ഇടങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. പെൺകുട്ടികൾക്കായി ശുദ്ധജലം ഉറപ്പാക്കുന്ന പ്രത്യേക ശൗചാലയങ്ങൾ നിർമ്മിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. കോട്ടയം ഏറ്റുമാനൂരിനെ ഭക്ഷ്യസുരക്ഷാ നഗരമായി പ്രഖ്യാപിച്ചു. ഏറ്റുമാനൂർ വ്യാപാര ഭവനിൽ ഇന്ന് നടന്ന ചടങ്ങിൽ നഗരസഭാ അധ്യക്ഷൻ ടോമി കുരുവിളയാണ് പ്രഖ്യാപനം നടത്തിയത്. നേരത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏറ്റുമാനൂർ നഗരത്തെ തിരഞ്ഞെടുപ്പ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2ാം സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 11ാം ഘട്ട റെയ്സിന ഡയലോഗിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കൊച്ചിയിലെത്തി. കേരളത്തിലെ ഏക യുനാനി മെഡിക്കൽ കോളേജായി മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാൻ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി.
പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. UAE-യിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ കൌൺസിലിംഗ് സേവനം ലഭ്യമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ICC T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 2ാം സെമി ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.